നമസ്കാരം. എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. മലയാള സർവകലാശാല ഹോസ്റ്റലിൽ കുട്ടികൾക്ക് കുടിക്കാൻ നൽകിയിരുന്നത് അണുക്കൾ നിറഞ്ഞ വെള്ളമെന്ന് പരിശോധനാ ഫലം. ഹോസ്റ്റലിലുണ്ടായ ഭക്ഷ്യവിഷബാധയ്ക്ക് പിന്നാലെ കിണർ വെള്ളം പരിശോധിച്ചതോടെ പുറത്തുവരുന്നത് സർവകലാശാല അധികൃതരുടെ അനാസ്ഥയും അലംഭാവവും. സർവകലാശാലയ്ക്ക് 4 ലക്ഷം രൂപ പിഴ ചുമത്തി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയുടെ ഫലം എഡിറ്റർ ലൈവ് പുറത്തുവിടുന്നു. കുടിവെള്ളത്തിൽ ഈക്വാളിഫോം കോളൈ അണുക്കളുടെ സാന്നിധ്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. വെള്ളത്തിൽ ഈക്വാളൈ പാടില്ലെന്നിരിക്കെ ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ആശങ്കയുണർത്തുന്നു. ഈക്വാളിഫൈയുടെ സാന്നിധ്യവും പാടില്ലെന്നിരിക്കെ അതും സർവകലാശാല ഹോസ്റ്റലിലെ വെള്ളത്തിലുണ്ട്. ഇവ അടങ്ങിയ കുടിവെള്ളം പതിവായി ഉപയോഗിച്ചാൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത്. വിട്ടുമാറാത്ത വയറുവേദന, ഛർദി ഉൾപ്പെടെ അനുഭവപ്പെടും. ഗർഭിണികളിൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഹോസ്റ്റലിൽ 50-ലേറെ കുട്ടികളെ ബാധിച്ച ഛർദി, വയറിളക്കം എന്നിവയുടെ അടിസ്ഥാന കാരണം കിണർവെള്ളമാകാമെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതരുടെ ഇപ്പോഴത്തെ നിഗമനം. 2 ദിവസത്തിനിടെയാണ് വനിതാ ഹോസ്റ്റലിലെ 50-ലേറെ വിദ്യാർത്ഥിനികൾക്ക് വിവിധ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായത്. കഴിഞ്ഞ 10 വർഷമായി കിണറിലെ വെള്ളം പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ലെന്നാണ് ഹോസ്റ്റൽ അധികൃതർ ആരോഗ്യവകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതരെ അറിയിച്ചിരിക്കുന്നത്. കിണർവെള്ളത്തിലേക്ക് മാലിന്യം എത്തുമ്പോഴാണ് സാധാരണ കുടിവെള്ളത്തിൽ ഈക്വാളി കാണാറുള്ളതെന്നാണ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. ഹോസ്റ്റൽ കിണർ എങ്ങനെ മലിനപ്പെട്ടു എന്ന് കണ്ടെത്താൻ വിദഗ്ധ പരിശോധന ആവശ്യമാണ്. തുടർച്ചയായ ക്ലോറിനൈസേഷനാണ് പ്രധാന പരിഹാരമാർഗമായി ആരോഗ്യവകുപ്പ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. ഫിൽട്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്താനാകും. 10 വർഷമായി അണുവിമുക്തമാക്കപ്പെടാത്ത കുടിവെള്ളം വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ടിരുന്ന സർവകലാശാല അധികൃതരെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് കുടിവെള്ള പരിശോധനാ ഫലം. അതിനിടെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ മെസ് പ്രവർത്തിപ്പിച്ചതിന് മലയാള സർവകലാശാലയ്ക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് 4 ലക്ഷം രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. ഇതു സംബന്ധിച്ച നോട്ടീസ് സർവകലാശാല അധികൃതർ കൈപ്പറ്റിയിട്ടുണ്ട്. സർക്കാരിൽ നിന്ന് അനുവദിച്ച് ലഭിക്കുന്ന മുറയ്ക്ക് തുക അടയ്ക്കാമെന്നാണ് സർവകലാശാല അധികൃതർ അറിയിച്ചിട്ടുള്ളത്. കിണർ വെള്ളത്തിലെ അണുസാന്നിധ്യം പരിഹരിക്കാതെ ഹോസ്റ്റൽ തുറക്കാനാകില്ല എന്നതിനാൽ സർവകലാശാല തുറക്കുന്നതും നീളും. ഹോസ്റ്റൽ അധികൃതർ അടച്ചുപൂട്ടിയതിന് പിന്നാലെ സർവകലാശാലയും പൂട്ടുകയായിരുന്നു. എഡിറ്റർ ലൈവ്, തിരൂർ. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം, ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-year ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.